ഹായ്, ഞാൻ രവിൻ ഫ്രം ബിക്കോം കേരളയിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു NFT ഗെയിം, അതൊരു ഓൺലൈൻ ക്രിപ്റ്റോ ഗെയിമിനെ കുറിച്ച് പറയാനാണ്. ഇത് ഞാൻ കുറച്ച് ദിവസമായി കളിക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും ഇതിൻ്റെ പേര് വരുന്നത് പിക്സൽസ് എന്നാണ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സൈറ്റിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴ്ത്തു കൊടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് കയറി വെക്കാം. ഇത് റെഫറലും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് നമ്മളൊരു ഫാമിംഗ് പോലത്തെ ഒരു രീതിയാണ്. നമ്മൾ ഇതിൽ ഭയങ്കര ഇൻവോൾവ്ഡ് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ റിവാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിക്സൽ എന്ന് പറഞ്ഞ കോയിനാണ്. റോണിൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യണത്. ഓക്കെ, നമുക്ക് റോണിൻ എന്ന് പറഞ്ഞ വാലറ്റ് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ക്രോം എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്യണം. അല്ല, മൊബൈലാണെങ്കിൽ ഞാൻ നോക്കിയിട്ടില്ല. മൊബൈലും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, ഇത് ഫുള്ളി വെബ് ബേസ്ഡ് ആണ്. അതായത് നമ്മുടെ ക്രോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ബ്രൗസറിൽ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ഇതിന് വേണ്ടി ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് പ്ലേ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റ് വെച്ച് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. നിങ്ങൾക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന റോണിൻ എന്ന് പറഞ്ഞ വാലറ്റ് മാത്രമാണ് ഇതിലേക്ക് ഇപ്പം നിലവിലുള്ളൂ. ഓക്കെ, ഇത് ഇതിലായിരുന്നു, പിന്നെ അവിടുന്ന് റോണിൻ നെറ്റ്വർക്കിലേക്ക് മാറിയതാണ്. ഓക്കെ, ഇത് സ്റ്റാർട്ട് ഗെയിം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ലോഡാകും. ഇത് ക്രോം ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ, ഇത് ബ്രൗസർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ട് ലാഗ് ഇവർക്കുണ്ട്. ഓക്കെ, ഇത് ഇവരുടെ ഇത് ഞാൻ കുറച്ച് കളിച്ച് ഉള്ളിൽ പോയതുകൊണ്ടാണ്. നിങ്ങൾ പുതിയ അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ട്രെയിനിങ് പോലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ നിങ്ങളുടേതായ കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അതിൽ ട്യൂട്ടോറിയൽ വൈസ് ആയിട്ട് കാണിക്കും. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്പെക്ക് തരും. ഇതിന് സ്പെക്ക് എന്നാണ് പറയുക, നമ്മുടെ സ്പേസാണിത്. ഇതിൽ നമുക്ക് മരങ്ങളുണ്ടാവും, നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾക്ക് 6 ഉണ്ടാവുള്ളൂ, ഞാൻ 2 എക്സ്ട്രാ വാങ്ങിയതാണ്. ഈ മരത്തിൻ്റെ ഈ സാധനം ഉണ്ടാവില്ല, ഈ മൈനും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് കുറച്ച് സീഡുകൾ തരും. ഓക്കെ, പോബ്ബെറി എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടിൻ്റെ സീഡ് തരും. ഓക്കെ, നിങ്ങളത് എന്ത് ചെയ്യണം, മുളപ്പിച്ചെടുക്കണം. ഓക്കെ, അത് മുളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അടുത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ, സീഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സീഡ് നിങ്ങൾക്ക് ഇവിടെ വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ഫണൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടാസ്കുകളാണ്. ഇത് ഞാൻ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ള റിവാർഡ് കോയിൻ കിട്ടുന്നതാണ്. ഓക്കെ, അതിൽ ബൈയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പോബ്ബെറി എന്ന സാധനം, അപ്പോൾ എനിക്ക് 10 വേണമെന്നുണ്ടെങ്കിൽ 10 ബൈ ചെയ്യുക. ഓക്കെ, അത് കിട്ടും. മെജോറിറ്റി നിങ്ങൾക്ക് കുറച്ച് സീഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, 10 നിങ്ങൾ വാങ്ങുക. വാങ്ങിയതിന് ശേഷം നിങ്ങൾ തൊട്ട് താഴെ വരാം. നിങ്ങൾക്കൊരു അടുപ്പൊക്കെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ, പുറത്ത് വരാം. ഈ മണ്ണിൻ്റെ അവിടെ വന്ന് നിൽക്കുക. മണ്ണിൻ്റെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീഡ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ടാബ് അമർത്തിയാൽ മതി കമ്പ്യൂട്ടറിലാണെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഈ സാധനം ഉപയോഗിച്ചാൽ മതി, ഇത് ഈ റോള് തിരിക്കാൻ. ഓക്കെ, സീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എത്ര ആണെങ്കിൽ അതിന് മുകളിൽ ഇടുക. ഓക്കെ, അതിന് ശേഷം തിരിച്ച് വയ്ക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു റസ്റ്റി വാട്ടർ ബക്കറ്റ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഫസ്റ്റത്തെ ആ ട്രെയിനിങ് പീരീഡ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നതാണ്. കുറച്ച് സീഡും ഈ റസ്റ്റി ബക്കറ്റും സിക്കിളും തരും. സിക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കൊയ്തെടുക്കാനുള്ള സംഭവം. നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആക്സും കിട്ടും. അതായത് മഴുവില്ലേ, മരം വെട്ടണത്, അത് നമുക്ക് കിട്ടും. അത് നമ്മളെടുത്തിട്ട് നേരെ ഇവിടേക്ക് വരാം. ഓക്കെ, നിങ്ങൾ ആരോ ബട്ടൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്യാം. മരത്തിൽ ഒരു 5 വട്ടം വെട്ടി കഴിഞ്ഞാൽ നമുക്ക് മരം വെട്ടുമ്പോൾ നമുക്ക് മരം കിട്ടും. അതിൻ്റെ പോലെ സാപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറി ആവണത് കാണാൻ പറ്റും. നമുക്കതേപോലെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, നമുക്ക് നമ്മൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കളക്ട് ചെയ്യാം. എല്ലാം പാട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, ഈ മരം വെട്ടിയെടുക്കാം. ഓക്കെ, നമുക്ക് വുഡ് കിട്ടും അപ്പോൾ. ഓക്കെ, തൊട്ട് താഴേക്ക് വരാം. ഓക്കെ, ഇനി നമുക്കിത് കളക്ട് ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ ഒരു കത്ര പോലത്തെ സാധനം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അത് ക്ലിക്ക് ചെയ്യുക, ദെൻ കളക്ട് ചെയ്യുക. നമ്മൾ തൊട്ടടുത്ത് എത്തിയാൽ മാത്രമാണ് പലതും മറക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ചിലവർക്ക് അതുപോലെ തന്നെ മറ്റേ ആക്സ് കിട്ടിയിട്ടുണ്ടാവും. സോറി, നമ്മൾ കുത്തി ഇതെടുക്കില്ലേ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി മലയാളത്തിൽ. അതുണ്ടാവും. അതുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്നടുത്ത് വന്നിട്ട് അതൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. സാധാരണ മിക്കത് എനിക്കൊന്നും കിട്ടാറില്ല, വല്ലപ്പോഴേക്കും വലുതും കിട്ടാറില്ല. ഓക്കെ, നമ്മൾ അത് അവിടെ വെച്ചു, മഴുവും അവിടെ വെച്ചു. മറ്റേതാണ് കോടാലി. ഓക്കെ, ഇനി വീണ്ടും ഉള്ളിൽ കയറി ചെല്ലാം. അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് 2 അടുപ്പുണ്ട്. സാധാരണ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. എനിക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ വാങ്ങിയതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഈ കോയിനുകൾ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൽ മരങ്ങൾ ആഡ് ചെയ്ത് വെക്കണം. അതുപോലെ ഇതിൽ മരങ്ങൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ക്ലിക്ക് ടു കുക്ക് അടിക്കുക. ഇത് നിങ്ങൾക്ക് ഇത്രയധികം കിറ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആദ്യം പോപ്പർ ജാം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കൊടുക്കുക, ക്ലിക്ക് കൊടുക്കുക, അപ്പോൾ അത് ഉണ്ടാവും. തൊട്ടപ്പുറത്തിൽ എൻ്റെ കയ്യിൽ 2 അടുപ്പുള്ളത് കൊണ്ട് ഞാൻ അടുത്ത് ഈ പൈ എന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ ജാമുകളൊന്നും ഇല്ല തന്നെ, അത് ഞാൻ ജാം തന്നെ പിന്നെയും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരേ സമയം 2 എണ്ണത്തിൽ ഉണ്ടാവും. അത് ഞാൻ തിരിച്ച് വന്ന് ഇവിടെ നോക്കുകയാണ് ഇവിടെ എന്താ ഉള്ളതെന്ന്. നമ്മുടെ വല്ലതും മരമൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അതിൽ ഒന്നുമില്ല. ഇനിയിപ്പോൾ 10 മരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് കോയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുപോലെ കോയിൻ ഇതാണ്, ഈ പച്ച കളറാണ്, ഇതാണ് പിക്സൽ. ഈ കോയിനാണ് നമുക്ക് എക്സ്ചേഞ്ചുകൾ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, ഈ കോയിൻ ഏകദേശം ഒരു 50 സെൻറ്റ്, അതായത് ഏകദേശം ഒരു 45-50 രൂപയുടെ അടുത്ത് ഇതിന് ഒരെണ്ണത്തിന് വരുന്നുണ്ട്. ഗോൾഡ് കോയിൻ നമ്മുടെ കയ്യിൽ 500 ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോയിൻ ഒരെണ്ണം കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൽ പറയാനുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പതുക്കാനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓരോ വീഡിയോയിലായിട്ട്. നിങ്ങൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ എനർജി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 2 മിനിറ്റ് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഉറങ്ങിയ പോലെ കാണിക്കും. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അത് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ എനർജി ഒന്ന് ജസ്റ്റ് ഫില്ലാവും. അപ്പോൾ ആൾക്ക് എനർജി ഇല്ലെങ്കിൽ നമുക്ക് മരം വെട്ടാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും നമുക്ക് എനർജി അടക്കമാണ് കണക്ക് കാണിക്കുക. അതായത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഈ സ്ലീപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റും പ്ലസ് എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും. അത് നമ്മൾ ഒരാൾ പണിയെടുക്കണ പോലെ ആയിട്ടാണ് അതിവിടെ കാണിക്കണത്. അതുകൊണ്ട് കൂട്ടിയിട്ടാണ് നമുക്ക് നമുക്ക് ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്. എൻ്റെ അടുക്ക പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം, അവിടുത്തെ റിസോഴ്സസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്ലീപ്പ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സ്ലീപ്പ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഫില്ലായി. ഓക്കെ, ഇനി അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കുറേ സാധനങ്ങൾ കാണാം. ഇതിൽ നിങ്ങൾ ഫസ്റ്റത്തെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്സലിൽ ഡാഷ്ബോർഡ് തുറക്കാൻ പറ്റും. ഓക്കെ, ഡാഷ്ബോർഡ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു വെൽക്കം ബോണസ് ആയിട്ട് കുറച്ച് കോയിനിൽ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. ആദ്യം പറയുകയാണെങ്കിൽ എപ്പോഴും വിത്ത് വാങ്ങി കളക്ട് ചെയ്യാം. ഇതിപ്പോൾ ഡെയിലിയും അതേപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ അവാർഡ് ഞാൻ കളക്ട് ചെയ്തു. ഓക്കെ, റിപ്പീറ്റ്സ് ഡെയിലി 300 കോയിൻ ഡെയിലി നമുക്ക് റിവാർഡായിട്ട് വരും. ഓക്കെ, ഇതിങ്ങനെ കാണിക്കും. ഇതാ ക്ലെയിം കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ ക്ലെയിം എന്നുള്ളത് കാണിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ റെപ്യൂട്ടേഷൻ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ റെപ്യൂട്ടേഷൻ നമ്മൾ കൂട്ടാൻ നോക്കണം. അത് ഓരോ പ്രാവശ്യവും നമ്മൾ എൻട്രി ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെയാണ് അത് കൂടി വരാം. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള അതൊക്കെ ഞാൻ പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് പ്ലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ മറ്റേ വാലറ്റിലേക്ക് പോകും. ഓക്കെ, സോറി, നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് പോകും. സ്റ്റാർട്ട് ഗെയിം കൊടുക്കുക.
ഓക്കെ. ഇത് നമ്മൾ മെയിലായിട്ടായിരിക്കും നമ്മുടെ ഇത് വന്നിട്ടുണ്ടാവുക. ഓക്കെ, കളക്ട് മെയിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോയിൻ നമ്മുടെ ഇവിടേക്ക് ക്രെഡിറ്റ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് കളിച്ച് നോക്കുക. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും $100,000 വരുമാനം ഈ ഗെയിമിൽ പലരും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കളിച്ച് നോക്കാം. ഓക്കെ, ഇതിൽ റഫറും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിൻ്റെ ലിങ്ക് എന്തായാലും താഴ്ത്തു കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.